ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൂട്ടുകാരെ, രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച ദിവസം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ അനത്തി. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ നോക്കുകയാണ്. താറാവ് കറിയാണ് വെക്കുന്നത് കേട്ടോ. താറാവ് തലേദിവസം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് കഴുകി വൃത്തിയാക്കി അതിന് വേണ്ട മസാലകളെല്ലാം ചേർത്ത് ഞാൻ അടുപ്പത്താക്കിയേ. കുക്കറിലേക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് ദോശയ്ക്കുള്ള മാവ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട്. തലേദിവസം അരച്ച് വെച്ച മാവാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപ്പിട്ട് ഇളക്കി വെക്കാമെന്ന് വിചാരിച്ചു. എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്രയും ലേറ്റായിട്ട് ഇടുന്നത് വീഡിയോസൊക്കെ. അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ചാറ്റമഴയൊക്കെ, ഇപ്പോൾ ചാറ്റമഴയാണ്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് താറാവ് വെച്ചിട്ടുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് മസാല ഒരുക്കാം. അപ്പം സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വെച്ചാൽ. ഇനി പ്രധാന ഒരു കാര്യം കേട്ടോ, വെള്ളമില്ലാത്തത്. 2 ദിവസമായി ടാങ്കിലൊന്നും വെള്ളം കയറുന്നില്ല. പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ ഞാൻ പിടിച്ച് വെച്ചതെല്ലാം തീർന്നു പോയി. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അന്നേരം അടുത്ത് സവോളയൊക്കെ അങ്ങ് വഴറ്റാമെന്ന് വിചാരിച്ച് ഓയിലൊഴിച്ച് സവോളയൊക്കെ അങ്ങ് വഴറ്റാം. തൊട്ടടുത്ത കല്ലിൽ ദോശയും കൂടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ പരിപാടി. ആ സമയമായപ്പം അച്ചക്കുട്ടൻ എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി അച്ഛനെയും കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ അവൻ നിൽക്കത്തില്ല, താഴെ ഇറങ്ങുകയില്ല, അവിടെ ഇരിക്കുകയില്ല. അതിന് ഭയങ്കര പാടാണ്. അമ്മയുണ്ടെങ്കിൽ പിന്നെ അമ്മ എടുക്കും. അമ്മയില്ല, അമ്മയുടെ വീട് വരെ പോയിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കല്ല പണിയും ചെയ്യുന്നത്. ഇന്നൊരു ഫംഗ്ഷനും ഉണ്ട്, അതിനും പോകണം. അപ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്ത് അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ സവോളയ്ക്കൊന്നും ക്ഷാമമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പച്ചക്കറികൾക്കൊന്നും. കാരണം എൻ്റെ ഹസ്ബൻഡിന് പച്ചക്കറിക്കടയാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ പേസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ കിട്ടുമ്പം അങ്ങനെ പേസ്റ്റ് ചെയ്ത് അങ്ങ് വെക്കും ഫ്രിഡ്ജിൽ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇച്ചിരി ചിക്കൻ മസാല, അതെല്ലാം അതിൻ്റെ അളവിൽ ചേർക്കുകയാണ്. എല്ലാം കൂടെ നന്നായി വഴറ്റി മസാലയൊക്കെ ആയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ താറാവ് കറിയും കൂടെ അങ്ങോട്ട് തട്ടുവേ. പിന്നെ ഞാൻ തക്കാളിക്ക് ഇടാൻ മറന്നുപോയി. ടൈമിൽ കുറച്ച് തക്കാളിക്കും കൂടെ ഇടുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി തേങ്ങയും കൂടെ തിരുമ്മി പാലും പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അച്ചുക്കുട്ടൻ എൻ്റെ കയ്യിലില്ല കേട്ടോ. അവൻ അടുത്തുള്ളൊരു പെങ്കൊച്ച് വന്ന് അവനെ എടുത്തുകൊണ്ട് പോവേ. അവളുള്ളത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് അങ്ങ് നടന്നോളും. പിന്നെ ഞാൻ ആ പാലൊക്കെ ഒന്ന് അരിച്ച് അതിനകത്തേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പാലും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. കറി ഏകദേശം കായി വരുന്നു. അതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് കുറച്ച് ദോശയൊക്കെ ചുട്ടങ്ങോട്ട് എടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടുന്നുണ്ട്. അത് ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അത്രയേ ഉള്ളൂ, കറിയുടെ പരിപാടി അത്രയേ ഉള്ളൂ. എന്നാലും ബാക്കി ജോലികളൊക്കെ കിടക്കുക ചെയ്യാനായിട്ട് ഓരോന്ന് ചെയ്ത് വേണം അതൊക്കെ തീർക്കുവാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച ആയാലും ജോലിത്തിരക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞായറാഴ്ചയാണ് അല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുപ്പത്ത് കഞ്ഞിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അടുപ്പെല്ലാം വന്ന് കത്തിക്കാം കേട്ടോ. ഞങ്ങൾക്ക് പുറത്താണ് അടുപ്പുള്ളത്, അകത്ത് ഗ്യാസ് കത്തിക്കും. ഇവിടെ കഞ്ഞിയും പിന്നെ മീൻകറിയോ അങ്ങനെയുള്ളതൊക്കെ മാത്രമേ വെക്കുകയുള്ളൂ. അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക് എല്ലാം വെച്ച് ഒക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തു. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അനിയൻ വന്ന് മുറ്റമൊക്കെ അടിച്ചു തന്നു കേട്ടോ, പാവമുണ്ട്. പിന്നെ ഉണ്ട് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കഴുകി വെക്കുകയാണേ. ഏകദേശമുള്ള പണികളൊക്കെ തീർന്നു. പിന്നെ കറികളൊന്നും ഞാൻ വെച്ചില്ല, കാരണം തലേ ദിവസത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കറികളൊക്കെ ചൂടാക്കി ഒന്ന് വെച്ചാൽ മതി. പിന്നെ ഇന്ന് ഫംഗ്ഷൻ ഒരു ഉച്ച ടൈം ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ ഒരു ആദ്യ കുർബാന ചടങ്ങാണ്. രാവിലത്തെ പള്ളിയിൽ പോകാനൊന്നും നമുക്ക് സമയം കിട്ടുകയില്ല. നമ്മൾ ഉച്ചയൊക്കെ ആകാറാകുമ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഒരു റിലേറ്റീവിൻ്റെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ഇനി കുളിച്ച് റെഡിയായാൽ മതി. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കഞ്ഞിക്കുള്ള ഞാൻ തലേദിവസത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ച് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ആരും ഒന്നും കഴിക്കത്തൊന്നും എല്ലാവരും പോകുന്നത് വൃത്തിയാക്കി. പിന്നെ ഇത്രയുള്ള കൂട്ടുകാരെ എൻ്റെ വിശേഷം വെച്ച് ആരാജ്യത്തെ വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ.